ധന്യ വർമ്മ എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമാണ്. ദ ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ ഈ ടെലിവിഷൻ ഹോസ്റ്റ് ഒരു ടെലിവിഷൻ ആങ്കർ എന്ന നിലയിൽ തുടങ്ങി ടോക്ക് ഷോ ഹോസ്റ്റായി വരെ എത്തിച്ചേർന്ന അവരുടെ ജേർണിയെക്കുറിച്ചാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ധന്യ, എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി കഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. കഥ പറയാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഇപ്പം പ്രശസ്തരും അപ്രശസ്തരുമായ പലർക്കും വലിയ അനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ പല സമയത്തും അതിന് പറ്റിയൊരു അന്തരീക്ഷം, ഈ കഥ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നവർക്ക് വേണ്ടത് മികച്ച ചോദ്യങ്ങൾ ചോദിക്കുകയും ശ്രദ്ധാപൂർവം അത് കേൾക്കുകയും ചെയ്യുന്ന ഇന്റർവ്യൂവേഴ്സിനെയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ധന്യ. ധന്യ വേണമെങ്കിൽ കേരളത്തിലെ ഒരു ക്യൂൻ ഓഫ് കോൺവെർസേഷൻസ് എന്ന് വിളിക്കാമോ? ഐ ഡോണ്ട് നോ അരവിന്ദ്, നമ്മള് നാച്ചുറലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ആംബിയൻസിലിരുന്ന് ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ഫ്ലോ കിട്ടുകയും പിന്നെ ഒരു ആങ്കർ എന്ന നിലയ്ക്ക് വളരെ കുറവ് ഇന്റർഫിയറൻസ് എനിക്ക് എന്റെ ടീമിൽ നിന്നുണ്ടായിട്ടുള്ളൂ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രൊഡ്യൂസേഴ്സിനോട് നേരത്തെ ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോയിൽ പോകുന്നോണ്ടായിരിക്കാം അത് സാധിച്ചത്. ക്വീൻ ഓഫ് കോൺവെർസേഷൻസോ എനി ലേബിൾസോ ടൈറ്റിൽസിലോ ഒന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല, വാട്ട് എവർ ദാറ്റ് ഇസ്. ബട്ട് ഐ ഡു ബിലീവ് ദാറ്റ് നമ്മള് ഒരു ഹാപ്പിനെസ് പ്രോജക്റ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ 40 minutes അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഷൂട്ടാണ്. ഇറ്റ് ഈസ് അൺഇന്ററപ്റ്റഡ്. അപ്പോ അതിന്റെ ഒരു ഈസ് വന്നു കഴിഞ്ഞാൽ തിങ്സ് ഫ്ലോ നാച്ചുറലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദർ ഇസ് നോ കട്ട്, റീടേക്ക്, ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ഡൺ ഇൻ അറ്റ് വൺ ഗോ. അതിന്റെ ആയിരിക്കാം നിങ്ങൾ കണ്ടിട്ടുള്ളത് where people get comfortable. ആംബിയൻസ് അങ്ങനെയാണ്. Questions also, I don't believe in not giving respect to the people. I believe completely that you must respect the guests that come. അവരുടെ വോയിസ് ഒപ്പീനിയൻസ് വോയിസ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ ആ ഒരു സ്പേസ് കൊടുക്കുക, അവർക്ക് ഐഡിയേറ്റ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ എൻവയറമെന്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ റോൾ. അങ്ങനെ ആ ഒരു പോയിന്റിൽ നിന്ന് ചെയ്യുന്നോണ്ടായിരിക്കാം the conversations are easy and stories come out easily as well. ഓക്കെ. ഇപ്പം ഒരു യാത്ര, ഇപ്പം തിരുവല്ലയിൽ ഇപ്പൊ ഈ തിരുവല്ല എന്ന് പറയുന്ന ഒരു ബീ ടൗൺ ആണല്ലോ. ഇന്ത്യ മുഴുവൻ എടുക്കുമ്പോൾ നമ്മളൊരു വളരെ ചെറിയൊരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് നിങ്ങൾ സ്റ്റാറിലേക്ക് പോകുന്നു, സ്റ്റാറിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു. അതിനിടയ്ക്ക് റോസ് ബൗൾ ഭയങ്കര ഒരു റെവല്യൂഷൻ ആയിരുന്നു. റോസ് ബൗൾസിലെ ഷോസും ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഷോ ഭയങ്കര അന്നത്തെ ഒരു കാലത്ത് ചിന്തിക്കുമ്പോൾ ആ ഒരു ഫോർമാറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന മീഡിയ വളരെ കുറവായിരുന്നു. അപ്പൊ അതിലേക്ക് വരുന്നു. പിന്നെ ഒരു കോർപ്പറേറ്റ് ഇവന്റ്സിലേക്കും ഒക്കെ ഈ പല രീതിയിൽ, അതായത് നിങ്ങളുടെ ഇതിനൊരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനകത്ത് നിന്നുകൊണ്ട് തന്നെ പല റോൾസും ചെയ്തു. പക്ഷെ ആ ഒരു ജേർണി അത്ര എളുപ്പമുള്ള ഒരു ജേർണി ആയിരുന്നോ? ഡിഫിക്കൾട്ട് ഓർ ഈസി എന്നുള്ളതല്ല, ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ്. നമ്മൾ ഓരോ പുതിയൊരു റെൽമിലേക്ക്, എല്ലാം ഇൻ ദി സ്പേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ തന്നെ, വെദർ ഐ എം ഓൺ ടെലിവിഷൻ, വെദർ ഐ എം ലൈവ് ഓൺ സ്റ്റേജ്, ആൻഡ് ഓൺ സ്റ്റേജ് വെദർ ഇറ്റ്സ് എ entertainment night or a corporate event or a talk, whatever it is, it's all communication alle. So when you do that, each requires has a separate set of challenges to face, and that is what excites me. അപ്പൊ ഞാൻ ഇത്രയും നാളും ചെയ്ത ലൈവ് ന്യൂസ് ആങ്കറിംഗ് ആയിരുന്നു, ഇൻസൈഡ് എ സ്റ്റുഡിയോ, ഒരു കൺഫൈൻഡ് സ്പേസിൽ വിത്ത്, of course, it's perhaps the most challenging environment that you can come across, especially when there is a breaking news situation. ഒരു ലാംഗ്വേജിന്റെ ബാരിയർ എനിക്ക് ഓവർകം ചെയ്യേണ്ടതുണ്ടായിരുന്നു. I was a Malayali. I did not speak Malayalam. Sorry, I did not speak Hindi, though I knew how to read and write. അപ്പൊ ആ ഒരു ബാരിയർ ഉണ്ടായിരുന്നു to overcome. So when I had to ask a question, I had to frame it in my head in Hindi, because I was primarily thinking in English.
അപ്പൊ ആ ഒരു ബാരിയർ ഓവർകം ചെയ്ത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. ബ്രേക്കിംഗ് ന്യൂസ് സിറ്റുവേഷനിൽ യു ഹാവ് ടു തിങ്ക് വെരി ഫാസ്റ്റ്. അപ്പൊ അത് ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ചാലഞ്ചസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ടോക്കിംഗ് പോയിന്റ് ചെയ്തപ്പോ, ടോക്കിംഗ് പോയിന്റ് ഒരു ടോക്ക് ഷോ ആണ്. അപ്പൊ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നല്ലോണം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പാനലിൽ ഇരിക്കുന്ന എക്സ്പേർട്സിനോടോ റെപ്രസെന്റേറ്റീവ്സിനോടോ ചോദിക്കാൻ. സോ അതിന്റെ സെറ്റ് ഓഫ് ചാലഞ്ചസ് ആർ വെരി ഡിഫറെന്റ്. വേ യു അഗൈൻ നമ്മൾ ലൈവായിട്ട് ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്ത് പോവാണ്. സോ വി ആർ നോട്ട് റിയലി ബ്രേക്കിംഗ് എവറി ക്വസ്റ്റ്യൻ ഓർ ടേക്കിംഗ് ബ്രേക്സ്. ഒറ്റയടിക്ക് നമ്മളൊരു 1/2 hour 40 minutes ഒക്കെ ഷൂട്ട് ചെയ്ത് 20 minutes അപ്പുറമാണ് ഒരു ബ്രേക്ക് എടുക്കുന്നത് തന്നെ 20-25 minutes. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ചാലഞ്ച് ആയിരുന്നു ടോക്കിംഗ് പോയിന്റിന്റെ. പിന്നെ ഇവന്റ്സിലേക്ക് വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഇവന്റ് തന്നെ ഭയങ്കര വലിയൊരു ഇവന്റ് ആയിരുന്നു. മാതൃഭൂമി അവാർഡ്സ് ആയിരുന്നു, അമൃത അവാർഡ്സ് ആയിരുന്നു. ഒരു ഫുൾ കൊച്ചിൻ മറീൻ ഡ്രൈവിലെ ആ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ആൾക്കാർ നിൽക്കുന്നു. ആൻഡ് ഞാൻ സ്റ്റേജിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. സോ അതും ഫുൾ മലയാളത്തിലാണ് അതിന്റെ ലാംഗ്വേജ്. അപ്പൊ അതും ഭയങ്കര ഒരു ചാലഞ്ച് ആയിരുന്നു. ഓക്കെ, എന്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന മലയാളത്തിൽ ഇടയ്ക്ക് എപ്പോഴാണ് ഇംഗ്ലീഷ് കയറി വരിക എന്ന് ഞാൻ തന്നെ അറിയണില്ല. സോ ഐ എം പ്രോബബ്ലി തിങ്കിങ് ഇൻ 2 languages അറ്റ് ദ സെയിം ടൈം. അപ്പോ ആ ഒരു ബാരിയർ ഉണ്ടായിരുന്നു. കോർപ്പറേറ്റ്സ് ഹാഡ് എ ഡിഫറെന്റ് സെറ്റ്. ഫോർ മീ കോർപ്പറേറ്റ്സ് വാസ് വെരി കൺവീനിയന്റ് ആൻഡ് വെരി ഈസി ആക്ച്വലി. ബൈ ആൻഡ് ലാർജ് എല്ലാം വെച്ച് നോക്കുമ്പോൾ കോർപ്പറേറ്റ്സിൽ എപ്പോഴും കണ്ടന്റ് ഉണ്ടായിരിക്കും. യു വർക്കിംഗ് വിത്ത് എ സെറ്റ് ഓഫ് പീപ്പിൾ. ഐ കൻ സ്പീക്ക് എ ലോട്ട് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ്സ് മച്ച് മോർ ഈസിയർ ഫോർ മീ ടു be more effective in English because I'm simply more confident in English. Appa other separate set of challenges I know. So I always saw it as the challenges that I have to kind of overcome or take on, and also I learned from it, and that learning was a big impetus. നമ്മൾ എന്തും ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ച് നമ്മൾ ഗ്രോ ചെയ്യുകയാണല്ലോ. As a professional you're growing. That really helped me. Of course, I had concerns. I mean, live events in the concerns were very different from being in a television studio where you are taken care of, you're protected, you have a very safe working environment. In a live scenario, entertainment nights or places where you have to go to, sometimes your safety is not paramount. Aganathe issues, okay, that was a different layer of challenges. But having said that, I felt both the studio and live present its own set of things that you need to deal with, and I enjoyed. Okay. അപ്പം ഈ ടോക്ക് ഷോ ഹോസ്റ്റ് ആയിട്ട് പിന്നീട് മാറുകയായിരുന്നു അല്ലേ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ശരിക്കും ന്യൂസ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തായിരുന്നല്ലോ. അപ്പൊ ന്യൂസ് പ്രൊഡ്യൂസറും ആങ്കറും ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ മോൾ ഉണ്ടായി കഴിയുമ്പോഴാണ് ഞാൻ ബ്രേക്ക് എടുക്കുന്നത്. 2.5 years ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. എന്നിട്ടാണ് ഞാൻ പിന്നെ കേരളത്തിൽ പല ചാനൽസിലും പോയി ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കുള്ള ഒരു ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് ചാനലിൽ ഒരു ഫുൾ ഫ്ലെഷ് ന്യൂസ് ആങ്കർ ആവാനുള്ള ആ ഭാഷ എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ എന്റർടൈൻമെന്റിലേക്കാണ് പോയത്. പല എന്റർടൈൻമെന്റ് ചാനൽസിലും മീറ്റ് ചെയ്തു. പിന്നെ സൂര്യക്ക് വേണ്ടി 2 interviews ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ റോസ് ബോൾ കാണുന്നതും അതിന്റെ ഒരു വിഷ്വൽ അപ്പീലും കണ്ടന്റിന്റെ അപ്പീലും അല്ലാതെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ ACVയുടെ ആണല്ലോ റോസ് ബോൾ. അപ്പൊ അങ്ങനെ സുമേഷ് ലാൽ അന്ന് ACV റോസ് ബോളിന്റെ ഹെഡ് ആയിരുന്നു. അദ്ദേഹത്തെ പോയി കാണുന്നതും അദ്ദേഹം നേരിട്ട് എന്റെ ഫുൾ ഷോറിയിൽ കണ്ടിട്ട് എനിക്ക് ആദ്യം ഓഫർ ചെയ്യുന്നത് ടോക്കിംഗ് പോയിന്റ് ആയിരുന്നു, ടോക്ക് ഷോ ആയിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം നമ്മൾ ന്യൂസ് ചാനൽസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഏത് ചാനൽ നോക്കിയാലും അതിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഈ 10, 20, 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ടോക്ക് ഷോസ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അത് ടഫ് ആയിട്ടുള്ളൊരു ജോണർ ആണ്. അപ്പൊ ആ ഒരു ടോക്ക് ഷോ എനിക്ക് സോ ഏർലി ഇൻ മൈ ലൈഫ് കിട്ടുക എന്ന് പറയണത്, ഐ ടുക്ക് ഇറ്റ് ആസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ സുമേഷ് എനിക്ക് ടോക്ക് ഷോ ഓഫർ ചെയ്യുമ്പോൾ ഐ വാസ് ത്രിൽഡ്. കാരണം ദിസ് ഇസ് ലൈക്ക് ഞാനൊരു സ്റ്റാർ ന്യൂസിലാണെങ്കിൽ ഐ ഹാവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് another 10 years to get to handling a talk show. കാരണം അത്രയ്ക്കും സീനിയർ ആയിട്ടുള്ള ആങ്കേഴ്സ് ആണ് ടോക്ക് ഷോസ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഹൗ ഐ സോ ഇറ്റ്. അപ്പൊ അവിടെ നിന്ന് ടോക്ക് ഷോ ചെയ്തു, ടോക്കിംഗ് പോയിന്റ് ചെയ്തു. അത് 2 വർഷം ഓടിയ ഷോ ആണ്. ഇറ്റ് വാസ് വെരി പോപ്പുലർ അമംഗ് ദ യങ്സ്റ്റേഴ്സ് ദെൻ. യൂട്യൂബിലും കുറച്ച് അതിന്റെ എക്സെപ്റ്റ്സ് കിടപ്പുണ്ട്. അതിനുശേഷം ഒരു 5 year ബ്രേക്കിന് ശേഷമാണ് ഞാൻ പിന്നെ ഹാപ്പിനെസ് പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ടോക്കിംഗ് പോയിന്റ് നടന്നിരുന്ന സമയത്ത് തന്നെ എനിക്ക് MCങ്ങിനുള്ള ഓഫേഴ്സ് വരികയും അങ്ങനെയാണ് ഞാൻ MCയും കൂടി ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം ഐ തിങ്ക് ലാസ്റ്റ് എന്നെ MC ചെയ്യാൻ വിളിച്ചപ്പോ I was 3 months pregnant. And the last time I anchored a show, I was 6 months pregnant on television.
സോ അതിനുശേഷമാണ് ബ്രേക്ക് എടുക്കുന്നത്. സോ ഇറ്റ് വാസ് 5-year ബ്രേക്ക് ബിക്കോസ് ട്വിൻസ് ആണ് ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു റേസ് ട്വിൻസ് അലോങ് വിത്ത് an elder child and do justice to all the kids. Then came Happiness Project when I came back to Kochi. And I was not even in Kerala. So തിരിച്ചു വന്ന് then we started Happiness Project again with Sumesh, because I told Sumesh I want to do interviews, and Sumesh had this concept in his head about a particular theme centered show. So both of it came together and that's how Happiness Project happened. ഓക്കെ. ഏറ്റവും ലേറ്റസ്റ്റ് യൂട്യൂബിൽ ഇപ്പം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിലൂടെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ധന്യ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആർട്ട് ഓഫ് ലിസണിങ്. ഇതൊരു വലിയൊരു ശ്രദ്ധ വേണ്ടത്. അതായത് നമ്മൾ ഒരാൾ സംസാരിക്കുമ്പം അവരെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക, അതിൽ നിന്നാണ് ഏറ്റവും മികച്ച സംഭാഷണങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് ധന്യ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചില സമയത്ത് ചില ഇന്റർവ്യൂസ് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് ആ ഒരു ഈ ശ്രദ്ധ ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുണ്ട്. ധന്യയുടെ ഒരു പാറ്റേൺ അങ്ങനെയാണല്ലോ, ഇമോഷണലി അതിലേക്ക് കയറി പോകുന്നു. ഇപ്പൊ മൈത്രേനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കരച്ചിലിന്റെ വക്കോളം എത്തിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാനൊന്നും ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം, അരവിന്ദ്. ഹൗ ഡു എക്സ്പ്ലെയിൻ ഇറ്റ്? ഞാനിതൊന്നും ഹാൻഡിൽ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ റിലീസ് ചെയ്യാനോ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. മൈത്രിന്റെ എപ്പിസോഡിൽ അതിന്റെ മുമ്പുള്ളൊരു ക്വസ്റ്റ്യനില് ആ ക്വസ്റ്റ്യൻ എനിക്ക് ഒന്ന് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ആ കണ്ണ് നിറഞ്ഞിരിക്കുന്ന അബ്രപ്റ്റ് ആയിട്ട് തോന്നുന്നത്. അതില് ഞാൻ ഒരു കെവിൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആണോ ഒരു ഡെത്ത് റിലേറ്റഡ് ആയിരുന്നു. 2 പെൺമക്കളെ എങ്ങനെ അച്ഛന്മാര് കൈകാര്യം ചെയ്തു, 2 അച്ഛന്മാർ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷനെ കുറിച്ച് കമ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യനിൽ അപ്പൊ ഞാൻ വല്ലാതെ വിഷമിച്ചാണ്. കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ പെൺമക്കൾക്ക് നമ്മളൊക്കെ വളരെ ബാക്കി റെസ്റ്റ് ഓഫ് ദ കൺട്രി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആണെങ്കിലും വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ ഹൗ വി ട്രീറ്റ് അവർ ഡോട്ടേഴ്സ്. അപ്പൊ അവിടെ നിന്ന് ഐ വാസ് ഇമോഷണൽ അബൌട്ട് ഇറ്റ്, ബിക്കോസ് മൈത്രേയൻ ഹൗ ഹീ സോ ഹിസ് ഡോട്ടർ ആൻഡ് ദ റെസ്പെക്ട് ദാറ്റ് ഹി ഹാസ് ഗിവൻ ഹർ. അങ്ങനെ ഒരു റെസ്പെക്ട് പോയിട്ട് ഒരു പ്ലേസ് പോലും കൊടുക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷെ നമ്മുടെ സർക്കിൾസിൽ നമ്മളത് കാണുന്നില്ലെങ്കിലും നമ്മൾ ഇത്തിരി അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ യു സീ സോ മെനി ഇൻസ്റ്റൻസസ്. സോ ആ ഒരു ഇമോഷണൽ ഇതിലാണ് ഞാൻ എനിക്കൊന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഒരു പെട്ടെന്നൊരു കണ്ണ് നിറഞ്ഞുള്ള ഒരു ആംബിയൻസ് ഉണ്ടായത്. ആ ഒരു ഇമോഷണൽ പോയിന്റിൽ നിന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നത്. എനിവേസ്, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ രാജലക്ഷ്മി അഭിരാമിന്റെ എപ്പിസോഡ് നല്ലോണം കരഞ്ഞിട്ടുണ്ട്. എന്റെ ഫുൾ കണ്ണുനീര് ഇറക്കിയിട്ടുണ്ട് അതില്. ഞാനിതൊന്നും പ്ലാൻ ചെയ്യുന്നതുമല്ല, ഇത് ഫ്ലോ ചെയ്യുമ്പോൾ ഞാൻ കൺട്രോൾ ചെയ്യാനും നോക്കാറില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, സോ ബി ഇറ്റ്. This is who I am and this is what I am. നമ്മളൊരു ആങ്കർ എന്ന നിലയ്ക്ക് നമ്മൾ വേറൊരു വ്യക്തിയാകുന്നതിൽ ഒരു അർത്ഥം എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ആങ്കർ എന്ന് പറയുന്നത് നമ്മുടെ യുണീക്ക് ഐഡന്റിറ്റി നമ്മൾ കൊടുക്കുകയാണ് ടു ദാറ്റ് ഷോ. You are actually being vulnerable. You are giving yourself out as a person to the show, and the show takes the flavor of the anchor or the interviewer as well. I mean that if you see Barkhay or Karan or you compare with anybody, ipo John Lucas sir aanengilum John Britta sir aanengilum ella aa show inde oru flavor ennu parayanathu it's also a part of their personality coming in. So that is how it is. It's not planned. It is all organic and it is not something that I think out. And I don't try to handle anything. That is the fact. It just happens. അപ്പൊ ഇവരൊക്കെ പറയും, ടീമിലെ എല്ലാരും പറയാ, ഓ തന്നിയുടെ ഇങ്ങനെ മുഖത്തെ എക്സ്പ്രഷൻസ് എന്താ പറയാ, അത് തന്നെ എന്റർടൈൻമെന്റ് ആണെന്ന് പറയും. ഇവരൊക്കെ കളിയാക്കി ചിരിച്ച് പറയും എന്റെ ടീംമേറ്റ്സ് ഒക്കെ. പക്ഷെ that's the truth. What I feel, it's seen on my face. I don't put any filters. Okay. ഹാപ്പിനെസ് പ്രോജക്റ്റിലേക്ക് വരാം. ഞാൻ ഒരിക്കൽ ധന്യയോട് പറഞ്ഞിട്ടുണ്ട്, ഈ പുതിയ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ കേരളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ അറിയാതെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഹാപ്പിനെസ് പ്രോജക്റ്റ് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാനൊരു എക്സാമ്പിൾ ധന്യയോട് ഷെയർ ചെയ്തിരുന്നു. ഒരു കുട്ടി, അവർക്ക് ലൈഫിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ വന്ന ഒരു കുട്ടി ഈ ഹാപ്പിനെസ് പ്രോജക്റ്റ് എല്ലാ ദിവസവും കാണുകയും അവസാനം അതിൻ്റെ ലൈഫ് ഭയങ്കര വല്ലാതെ ചേഞ്ച് ചെയ്തു. എനിക്ക് ഭയങ്കര അത്ഭുതകരമായിരുന്നു അത്. അപ്പം
അങ്ങനെയുള്ള പോസിറ്റീവ് സ്റ്റോറീസ് നമ്മളുടെ ഒരു ഷോ ഒരുപാട് ആൾക്കാരെ തൊടുകയാണ്. ഒരു ലൈറ്റ് എന്റർടൈൻമെന്റിൽ നിന്ന് അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിപ്പോകുന്നു എന്നുള്ള തരത്തിലുള്ള മെസ്സേജസോ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആരെങ്കിലും ധന്യോട് ഷെയർ ചെയ്തു? എന്നും കിട്ടും. എന്നും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വരും. എന്നും മറ്റേ യൂട്യൂബ് ചാനലില് കോമെന്റ്സ് വരും, ഇമെയിൽസ് വരും. There are always so many people responding so warmly to what we have put out there or what I have put out there through my channels. Overwhelming ആണ് sometimes. നമ്മൾ തന്നെ വിചാരിച്ചു, അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ ഇതൊന്നും വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷെ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. പല സിറ്റുവേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആൾക്കാർ എഴുതുന്നത്. മിസ്കാരേജസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണ്. അവിടെ നിന്നൊക്കെ ആൾക്കാർക്ക് കരകയറാനും അവർക്ക് സ്ട്രെങ്ത് കിട്ടാനും നമ്മൾ ചെയ്യുന്ന കാര്യം അവർക്ക് സ്ട്രെങ്ത് നൽകി എന്ന് പറയുന്നത്, ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് ഓവർവെൽമിങ്. ഐ ഫീൽ ബ്ലെസ്ഡ്. ഐ ഫീൽ ഇമെൻസ് എമൗണ്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു വാട്ട് എവർ ഇറ്റ് ഈസ് ദാറ്റ് ഹാസ് മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. കാരണം നമ്മളൊരു വ്യക്തിയിൽ നിന്ന് വേറൊരാൾക്കൊരു സഹായം എന്തെങ്കിലും രീതിയിൽ കിട്ടുക, നമ്മൾ അറിയാതെ കിട്ടുക എന്ന് പറയുന്നതാണ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. അപ്പൊ അത് ഒത്തിരി വരാറുണ്ട് ഫീഡ്ബാക്സ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് കീപ്സ് മീ ഗോയിങ് ഓൾസോ, അരവിന്ദ്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ when you sit back and even if it's a bad day, ഞാൻ ഇങ്ങനെ എല്ലാവരുടെ മെസ്സേജസ് ഞാൻ ഒന്ന് സ്ക്രോളും ചെയ്യുമ്പോൾ ഞാൻ try and respond to all messages that come in whichever way. എവിടെ നിന്ന് വന്നാലും I try and respond to it, but some of them really literally bring me to tears because it's so heartfelt. അവരുടെ ലൈഫിൽ അത്രയ്ക്കും ഒരു ഇമ്പാക്ട് ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവർ എഴുതി അറിയിക്കുക. സോ ദാറ്റ് കീപ്സ് മീ ഗോയിങ് ആക്ച്വലി. ഇതിന് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒരു പുസ്തകത്തിന്റെ രൂപത്തിലൊക്കെ പ്രതീക്ഷിക്കാമോ? എഴുതാൻ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അന്ന് സീരിയസ്ലി ആലോചിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ഐ ഫീൽ ദാറ്റ് ദെയർ ഇസ് സോ മച്ച് മോർ ടു എക്സ്പ്ലോർ. ഞാൻ എൻ്റെ സ്ട്രഗിൾസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് the tip of the iceberg ആണ്. I mean, there is so much struggle that I'm going on in my daily life. എനിക്ക് ഇനിയും ഒത്തിരി ഇവോൾവ് ചെയ്യാനുണ്ട്. There's so much more I need to learn, to work upon myself. എൻ്റെ എത്രയോ ബാഗേജസ് എനിക്ക് ഷെഡ് ചെയ്യാനുണ്ട്. So I still feel there is lots more that I need to do before when I think about taking a high ground and talking about it. There's so much I have to travel further before I pen it all down. I don't think I'm ready for it, but yes, maybe at some point in time I might choose to write it down. അത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. But I'm certainly not one of... Yes, I still have a long way. I feel that there is... Inwardly, I'm doing a lot of work on myself. And even to get to a point where I feel that, okay, now I have kind of come to a place where I feel that it's time to let it all out. Then probably I will come down to it. But ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനറോ അല്ലെങ്കിൽ ഞാനിതൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശത്തോടെ അല്ലായിരിക്കും ഞാൻ ചെയ്യുക. ഇറ്റ് വുഡ് ബി പ്രോബബ്ലി ഫോർ സംതിങ് ബിഗർ ദാൻ ദാറ്റ്. So I think the time has to be right. But yes, I think it should happen at some point in time later. Okay. ധന്യ പറഞ്ഞു, ഇപ്പൊ ഈ നമ്മള് ടിവിയിലെ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. അപ്പൊ എന്റെ സംശയം അതാണ്, ഈ നമ്മൾ കാണുന്ന ഈ ഒരു പോസിറ്റീവ് സൈഡ്സും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഔട്ട്കം മാത്രമല്ലേ കാണുന്നുള്ളൂ. അതിന്റെ പുറകിലുള്ള ചില സമയത്തൊക്കെ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ഇതിന്റെ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ ഇതിലൂടെ ഒരു പോകുന്നത്. അപ്പൊ ഏതെങ്കിലും സമയത്ത് ഇല്ല, വർക്ക് ചെയ്യണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല അരവിന്ദ്. ബിക്കോസ് ഐ എം പ്രോബബ്ലി ദ ബെസ്റ്റ് അറ്റ് മൈ വർക്ക്. ഞാനൊരു ഹോം മേക്കർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീട് മാനേജ് ചെയ്യുന്നത്, ഞാൻ പലപ്പോഴും പല വീടുകളിൽ കയറുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എന്ത് ഭംഗിയായിട്ടാണ് അവർ വീട് വെച്ചിരിക്കുന്നത്, എന്ത് രസമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് വണ്ടർഫുൾ കുക്സ് ആണ്, എത്ര രസമായിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ആ കാര്യങ്ങളിലൊക്കെ ഡിസാസ്റ്റർ ആണ്. സോ I'm not much of a I believe that I'm a good mother because I'm a very loving mother. But apart from that, I'm not one of those driven moms who does this and that. I'm not like a devoted wife who pampers a husband. So in a lot of ways, I do not belong to all those roles that society has either constructed or women have taken upon themselves or women choose to, whatever.
അപ്പൊ അങ്ങനെയുള്ളപ്പോ the best thing I do is my work, and I enjoy doing it and gives me a lot of happiness. So why would I choose not to do that? And the only reason I would not do it is probably because circumstances did not allow me to, not because of my lack of inclination. ഞാൻ അത് എന്തായാലും ചെയ്യും, എങ്ങനെയെങ്കിലും ചെയ്യും. ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ all odds are against me. ഇപ്പൊ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ്, രാവിലെ തൊട്ട് ഉച്ചവരെ ഐ എം ബിസി വിത്ത് them, വീട് മാനേജ് ചെയ്യണം, there are lots of things going around in the house. So the reason I'm still doing that YouTube channel is because I thoroughly enjoy it. I'm still finding some way of sticking to that thing which lets out the creativity in me in some way. That is not an option. I mean, I would always work. But yes, there are times, I remember Happiness Project in the shoot in Edeke, there were times when things are so chaotic. ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു, സെറ്റിൽ ആയിട്ടില്ല, തിങ്സ് ആർ ബ്രേക്കിംഗ് അപ്പാർട്ട്, ഫ്രിഡ്ജ് വർക്ക് ചെയ്യണില്ല, അതിൽ എല്ലാത്തിനും ഓടി നടക്കുക, ഭയങ്കര മഴ, ഫ്ലഡിങ് എല്ലായിടത്തും. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഷൂട്ട് ചെയ്യണം, അതിന് പ്രിപ്പയർ ചെയ്യണം, ഭയങ്കര ക്യോസ് ആയിരുന്നു, ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ സ്ട്രെസ് വരുമ്പോ ഞാൻ വിചാരിക്കും, അയ്യോ എന്റെ ദൈവമേ ഒന്ന് ബ്രേക്ക് എടുത്താലോ എന്ന്. ബട്ട് നെവർ നോട്ട് വർക്കിംഗ്. വർക്ക് ഈസ് മൈ ലൈഫ് ലൈൻ. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എപ്പോഴും ഇത് എങ്ങനെയാണ് ഇതൊക്കെ നോക്കി കാണുന്നത് തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ചില ആൾക്കാരുമായിട്ട് സംസാരിക്കും. ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു യുവ നടി, അവരെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം അതൊരു വലിയൊരു ട്രോളിന് കാരണമായി. ആ കുട്ടി പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ആൾക്കാർ അതിനെക്കുറിച്ച് തമാശ ഉണ്ടാക്കി. കേരളത്തിലെ ഏറ്റവും വലിയൊരു ഓൺട്രപ്രണർ, ഒരു സ്ത്രീ, അവര് പറഞ്ഞ ചില കമന്റുകളെ കുറിച്ച് പിന്നീട്, ഇതൊന്നും ആ സമയത്തല്ല, പിന്നീട് എപ്പോഴൊക്കെയോ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്യും. നമ്മൾ ഓൾറെഡി ഒരാളുമായിട്ട് സംസാരിച്ച് കഴിയും, നമ്മൾ ഒരിക്കൽ പോലും വിവാദമാകുമെന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ നോക്കി കാണുമ്പം വിഷമം തോന്നാറുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, രണ്ട് പേരെ കുറിച്ചാണല്ലോ ഇവിടെ റെഫർ ചെയ്ത്. ആ ചോദ്യത്തിൽ തന്നെ അരവിന്ദ് ഉത്തരം പറഞ്ഞിരുന്നു, അടർത്തിയെടുത്ത്. ഒരു സാധനം അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് പുൾ ഔട്ട് ചെയ്ത് നമ്മൾ അത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥമേ, അതിന്റെ എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങേ മാറും. ഇഫ് യു പുൾ സംതിങ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രം എ കോൺവെർസേഷൻ, അത് പ്ലേസ് ചെയ്യുന്ന, അത് ആ ഫുൾ കോൺവെർസേഷൻ കാണുന്നതും അതിന്റെ ഒരു എക്സേർട്ട് കാണുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നൗ ഞാൻ അവിടെ ഇരുന്ന് ഇത് കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഇൻ മൈ മൈൻഡ്. But the point remains that, do I know her truth completely? Can I say that അവരവിടെ ഇരുന്ന് തള്ളുകയാണെന്ന് എനിക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റുമോ? ആ കുട്ടി ഒരു പക്ഷെ അവളുടെ ട്രൂത്ത് ആയിരിക്കും അത്, ഒരു പക്ഷെ ആരെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞ കാര്യമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ മെമ്പേഴ്സ് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറീസ് തന്നെ ഡിസ്റ്റോർട്ട് ആവും എന്നുള്ളൊരു ഫാക്ട് ഉണ്ട്. നമ്മുടെ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറി തന്നെ ഡിസ്റ്റോർട്ട് ആവും. വി ക്യാൻ ക്രിയേറ്റ് ഫോൾസ് മെമ്മറീസ് എന്ന് വരെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഹൗ ക്യാൻ ഐ സിറ്റ് ദേർ ആൻഡ് സേ ദാറ്റ്, ഓ മൈ ഗോഡ്, this person is just faffing around? That's not my place to do it. We don't know anybody's truth. I am asking a question. I am hoping that the person will reveal her truth. And in my understanding, she was revealing her truth. അതിപ്പം വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 6 മാസമുള്ള കുട്ടികളെ വെള്ളത്തിലിട്ട് നീന്തിപ്പിക്കും. ജനിക്കുന്നത് തന്നെ വെള്ളത്തിലാണ്, വാട്ടർ ബർത്ത് ഉണ്ട്. We don't know how her dad was. We don't know what she has gone through, what her life story is. നമ്മൾ അതിൽ നിന്നൊരു പാട്ട് എടുത്തിട്ട് ഒരാളെ പരിഹസിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ട്രോൾസ് ഇറങ്ങുമ്പോ എനിക്ക് വിഷമാണ് തോന്നിയത്. ബിക്കോസ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങില് അങ്ങനെ ഒരു തള്ളു പറയുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. As far as I understand, this is probably her memory, and probably she must have missed up on the years. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയതായിരിക്കും. വണ്ടി ഒരു ചെറിയ സ്ലിപ്പിനെയാണ് ഇവിടെ ഒരു ട്രോൾ ആക്കിയത്. And it's not just, some of them were really, really vulgar and very vicious, and I felt very hurt about it. ഇപ്പൊ നാളെ I always feel that, Arvind, when you subscribe to the norms of the society, you are put on a pedestal. But when you go against the norms, then it's very easy for people to trash. അപ്പൊ ഒരു സൊസൈറ്റൽ നോംസിനകത്ത് വെച്ച് നോക്കുമ്പോൾ 1.5 വയസ്സുള്ള കുട്ടിയെ എങ്ങനെ നീന്തിപ്പിച്ചു? അത് അമേരിക്കയിൽ പോയി പറഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആവൂല.
കാരണം അവിടെ കുട്ടികളെ നേരത്തെ വെള്ളത്തിൽ പിടിച്ചിടും. എത്രയോ വീഡിയോസ് ഉണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നേ. അപ്പൊ ഇതൊരു സൊസൈറ്റൽ കോണ്ടെക്സ്റ്റ് നിന്ന് മാറി നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നിന്ന് മാറി ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഇത്ര വലിയ ഇഷ്യൂ ആയത്. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ഇറ്റ്. സോ ഐ സീ ഇറ്റ് ലൈക്ക് ദാറ്റ്. ഐ സെഡ് മൈ ട്രൂത്ത്, even if I reveal my truth to you, you might not get it, because in my head this is the truth, and that is what she said. And as far as നമ്മുടെ വാല്യൂ സിസ്റ്റംസോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളുമായിട്ട് വിട്ടു നിൽക്കുന്ന, ഇപ്പൊ എനിക്ക് certain thoughts ഉണ്ട്, certain ideas ഉണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റ് അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നില്ല. അവർക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവാം. എനിക്കത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാനത് ക്വസ്റ്റ്യൻ ചെയ്തേനെ ഇഫ് I was in a different setup in a news channel. If I was a political news analyst or I was social analyst, I would have taken it very differently. ഞാൻ എൻ്റെ news background as a news anchor, I have functioned very differently. But here I'm an interview, I'm sitting there with the hope of understanding that person, where she comes from, what her background is, and this is the platform that's been given to her to voice her opinion. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഈ പറയണ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പോയിന്റും പ്രൂവ് ചെയ്യുന്നില്ല. ഞാൻ വലിയ ആളാണെന്നും എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയാണെന്നുള്ള പോയിന്റ് ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് I want that person to come out with her point of view. Whatever it is, it might not be something I agree with, you agree with, or anybody agrees with. But that person is expressing that point of view. And I'm respecting her point of view. I might not agree with it. And I might vehemently disagree with it. But I'm still respecting that point of view. Because that's her point of view. And this show is about her, not my ideas. So how people see it is not my concern. As far as I'm concerned, the person is expressing the view. And I'm respecting that point of view. I might disagree with it. I'm respecting her choice to air that point of view rather. Or her and not countering it by imposing my views on her. Maybe I will do that in a different setup, but that was not the place to do it. You have inspired so many people, അല്ലേ? ഇപ്പം പറഞ്ഞു ഒരുപാട് ആൾക്കാരുടെ മെസ്സേജസും കമന്റ്സും ഒക്കെ വരാറുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ധന്യ വർമ്മ എന്ന് പറയുന്ന ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ധന്യയും ബാക്കിയുള്ളവരും വിശ്വസിക്കുന്നു. But who is your inspiration? A lot of people actually, Arvind. I have not been inspired by one. I have been inspired by a lot of people. And I constantly get inspired by people around me. Whoever I meet. I mean, it doesn't have to be a particular iconic figure. My grandfather was a great inspiration for me. He is one of the few egalitarian, totally ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും അടുത്ത് കണ്ടിരിക്കുന്ന മനുഷ്യൻ എൻ്റെ അപ്പൂപ്പനാണ്. He was very self-sufficient. He was the most kindest man. So I have seen how he took care, even in his 74th years. I think he lived till his 70s, mid-70s. He used to wash his own clothes. He never wanted mom to touch his stuff. He used to be such a helping hand. He never had qualms about getting into the kitchen and chopping vegetables, helping around the house. There was no manly, macho airs about him. And he was the kindest man I knew. So my grandfather was probably one of my earliest inspirations. As I grew up, when I went to college, I remember there's a professor called Samar Nakhate who used to come to Pune University. That's where I studied. He literally deconstructed me, because when I went to Pune University, I had come from Kerala and lived in Bombay and then moved to Pune. He literally questioned all notions that existed in me about various subjects. And I used to have extended long chats with him where he used to constantly tell me that, Dhanya, you need to stop judging people. You are very judgmental. Break it. And he literally broke me apart. And I was literally impressed by the way he lived his life completely as per his value systems, without caring a hoot about what other people think. So there were different people at different point in time who really inspired me to do better. I was inspired by somebody like Siddharth Basu, who was probably running a biggest show the country has ever seen, Kaun Banega Crorepati, but was such a humble human being. If I meet Siddharth, he will meet me with the same amount of warmth. And I was one of the junior most in the company then.
and so humble. It's unbelievable. And he is such a public figure. One of the best quiz masters we have seen, running the biggest show, but yet such a wonderful human being, so humble. Humility is something I learned from him. And at different points in time, I've seen Sumesh, how he manages people, how he cares for his people, who is a content head at Kappa and previously at Rose Bowl, how he keeps his flock together. And that is something I learned from. I learned from my husband, who has like some 300 odd friends, 400 odd friends, and he is willing to accept all kinds of people into his life, without having any kind of saying that, oh, this is the person I would be associating with, or this will not be. My mother is probably one of my greatest inspiration. Very strong, very resilient woman, tiny little lady, but strong, iron-willed lady that I've come across. So there are a lot of people who have influenced me. It's not necessarily, and even my cook, my help here, she's gone through so much hell in life, but she is always smiling and always cheerful. To have that kind of mental disposition to life is unbelievable. So if you were looking for inspiration, you'll find it all around you. You don't really need to read autobiographies to do that. ഞാൻ പ്രതീക്ഷിച്ച ഒരു സിമി ഗ്രവാളോ അല്ലെങ്കിൽ ഓപ്ര വിൻഫ്രി ഒക്കെ പറയുന്നു വിചാരിച്ചോട്ടോ. No. It's all from real life, yeah. You will get inspired only by people you see around you. That's right. ധന്യ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നമ്മളെല്ലാവരും നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. One last question. What next? I want to explore podcasts because I don't know what it is. I have no idea what it is. And a couple of ഞാൻ യൂട്യൂബിൽ കുറെ comments കണ്ടു. You should start a podcast. You have a good voice. I tried singing, when I was a child, and I'm so basuri. So I think probably my voice is meant for this. So maybe it's podcast. I don't know. I'm going to take a tip or two from you, Arvind, and I'm going to hound you. Okay, that's what I want in return. You have to help me, guide me, set up my own podcast, and that gives me a lot of flexibility to call up and talk to people, because I love talking to people. You know that. I love learning more about people. Very early in my life, somebody asked me, "What do you want to do?" And I said, I just want to work with people. I don't know what it is. So I guess a podcast will give me the flexibility to call up anybody. I'm very comfortable right now talking to you. I'm sitting in my house, in my room, and I'm in the most comfortable space, and I'm talking to you very freely. There's no tamjham of lights and camera and studio and this and that. You can do it as per your own timings. It's a wonderful thing. I have to explore that. I don't know if I will stick to it, but I just want to give it a go. And I want to do a lot of traveling. I don't know if I'll make a YouTube content out of it, but traveling is something I really love to do. And I've learned a lot from my travel. And if you talk about inspiration, well, travel has been one of my biggest inspirations. I think the biggest lessons I've learned is through travel, through meeting people while traveling, and seeing places and understanding the culture that emanates from the place, the physicality of the space, and the people who emerge from that space. It's always, there is a beautiful relationship between the three: food, culture, people, and the geography. So I would love to do that a lot more. ഇപ്പൊ കുട്ടികളും സ്കൂളും കാര്യങ്ങളും പ്രാരാബ്ദങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ട്രാവൽ ഉള്ള പരിപാടി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം നടക്കണില്ല. അത് നേരത്തെ ചെയ്യേണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ മുമ്പ് നിറയെ ട്രാവൽ ചെയ്യേണ്ടായിരുന്നു, അത് ചെയ്തില്ല. That's my biggest regret. So travel, maybe, yes, that's something I want to do a lot more. Maybe it will be on my YouTube channel, I don't know. But yes, that's certainly on the cards. Thank you very much, Dhanya Verma, for accepting my invitation to be part of this podcast. Thank you very much. You spoke from the heart, as always. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാൽ ഇവിടെ എങ്ങും നിൽക്കില്ല, എത്രയോ സംസാരിക്കാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പോഡ്കാസ്റ്റിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത്
ധന്യക്ക് ഒരുപാട് Thank you so much, Arvind. You are also an inspiration. You are the one last night I sat down and looked up on what a podcast is. Somebody else had also asked for a podcast, but that also happened. But then I did not think. But when you got me hooked onto this thingy, so thank you for that, and thank you for letting me share your thoughts with you. Many a times, I mean, we have met on so many occasions and we have interacted on so many occasions, but probably this is the one long conversation we've had over an association of about 7 years, 8 years. I think it's been a long time we've known each other. So thank you so much, Arvind. It's been a pleasure talking to you. Thank you. താങ്ക് യു വെരി മച്ച്. Take care. ധന്യവർമ്മയുമായുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. പുതിയ വിഷയവുമായി അടുത്ത പോഡ്കാസ്റ്റിൽ എത്തുന്നതുവരെ നന്ദി.